ഇന്റർകാസ്റ്റ് ചെയ്യുന്നവരോട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെ മതത്തിലുള്ളവരെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ കുറെ പ്രശ്നങ്ങളുണ്ടാവും ജീവിതത്തിൽ. മുമ്പോട്ട് പോകുമ്പോൾ നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചിലപ്പം തട്ടോട്ട് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഞാൻ കുരിശ് വേണ്ടി വരും. ഏത് കാസ്റ്റ് ആയിക്കോട്ടെ, ഹിന്ദു ആയിട്ട്, ക്രിസ്ത്യാനായിട്ട്, മുസ്ലിം ആയിട്ട്. ഇവള് ക്രിസ്ത്യാനിയാണ്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഈ മതം മാറി കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ആധുനിക കാലത്ത് വലിയ പ്രശ്നം തന്നെയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും ഇന്റർകാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മാരേജിന് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചാണ്. സാധാരണ കാണുന്ന പോലെ ഈ വീട്ടുകാരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നൊന്നും അല്ല ഇവർക്ക് പ്രശ്നം ഉണ്ടായത്. പിന്നെയോ ഇവര് പഠിച്ച സ്കൂളിലെ അധ്യാപികയിൽ നിന്നാണ്. എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിലെ കഥാനായകൻ എന്ന് പറയുന്നത് മുസ്ലിമാണ്, പേര് ഇർഫാൻ. പെണ്ണ് ക്രിസ്ത്യാനിയാണ്, പേര് മേറി. അങ്ങനെ ഇവരുടെ 9 വർഷത്തെ പ്രണയത്തിന് ശേഷം ഇവർ വിവാഹിതരാവാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ഓഫീസിൽ ചെന്നപ്പോ ഡോക്യുമെന്റ്സ് ഒക്കെ അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഇർഫാൻ ഈ പെണ്ണിനെയും കൂട്ടി ഇർഫാൻ പഠിച്ച സ്കൂളിലേക്ക് ചെന്നു. അങ്ങനെ ഹെഡ് ടീച്ചറെ കണ്ടു. ഹെഡ് ടീച്ചർ പറഞ്ഞു, ആദ്യം ഈ നാട്ടുകാരനാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി വാർഡ് മെമ്പറുടെ കയ്യിൽ നിന്നും ലെറ്റർ കൊണ്ടുവരാൻ ഇർഫാനോട് ആവശ്യപ്പെട്ടു. ഇർഫാൻ അതും ചെയ്തു. എന്നിട്ടും ആ പുള്ളിക്കാരി അത് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് തയ്യാറായില്ല. ഇവർ ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ടാണ് ഇവർക്ക് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കാത്തതെന്നാണ് ഇർഫാനും മെറീനയും പറയുന്നത്. നമുക്ക് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. സെക്ടർ ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അറ്റസ്റ്റിന് വേണ്ടിട്ട് നമ്മളെ സ്കൂളുണ്ട്, വെള്ളിക്കുത്ത് സ്കൂളിൽ നമ്മള് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് ഫോം എടുത്തിട്ട് പോയി. അപ്പം അവിടുത്തെ പ്രിൻസിപ്പാള് പറഞ്ഞു, സാറിലെ ടീച്ചറാ, സാറിലെ ടീച്ചർ ഒരു ടീച്ചറാണ്, പുതിയൊരു ടീച്ചറാണ്, പ്രിൻസിപ്പാളാണ്, ഹെഡ് മാഷാണ്. അങ്ങനെ പറഞ്ഞ് അന്ന് എന്റെ നാട്ടിൽ അറിയും എന്നുള്ളൊരു തെളിവ് വേണമെന്ന് പറഞ്ഞു. അത് മെമ്പറെ സാക്ഷ്യപത്രം ലെറ്റർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയാൽ കൊണ്ടുവരാൻ പറഞ്ഞു. വേണമെങ്കിൽ അങ്ങനെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെന്ന് പറഞ്ഞു. കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ലെറ്റർ ആക്കിട്ട് വരാന്ന് പറഞ്ഞു. അത് ഒക്കെ ലെറ്റർ കൊണ്ടുവന്നത് പറഞ്ഞു. അങ്ങനെ നമ്മളെ വാർഡ് ബാലകൃഷ്ണേട്ടന്റെ ലെറ്റർ ആയിട്ട് നമ്മള് സ്കൂളിൽ പോയി. ബാലകൃഷ്ണേട്ടൻ അപ്പം നമുക്ക് അറ്റസ്റ്റ് ചെയ്ത് തന്ന് ലെറ്റർ എഴുത്തുന്നു, എന്നെ അറിയുമെന്ന് പറഞ്ഞുള്ള ലെറ്റർ എഴുത്തുന്നു. ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ടത്. എന്നിട്ട് നമ്മള് അത് എത്തിയിട്ട് വെള്ളിക്കോത്ത് സ്കൂളിലേക്ക് പോയി. വെള്ളിക്കോത്ത് സ്കൂളില് ഹെഡ് മാസ്റ്ററെ കണ്ട്, ഹെഡ് മാസ്റ്റർക്ക് കാണിച്ചു. ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ഇത് നമുക്ക് ചെയ്തു തരാൻ പറ്റൂല, നമുക്ക് അറ്റസ്റ്റ് ചെയ്യിക്കാൻ പറ്റൂല. നമുക്ക് ആദ്യം നമ്മുടെ ഫോട്ടോ നോക്കി, പിന്നെ ഫോട്ടോ നോക്കി നമ്മുടെ പേര് നോക്കി, രണ്ടാളുടെയും പേര് നോക്കി അതിന്റെ അടിയിൽ കാസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു. എന്താല്ലേ, നമ്മളെ സ്കൂളിൽ പണ്ട് ഞാൻ പഠിച്ച സ്കൂളാണ് ഇത്, ഞങ്ങൾക്ക് പീസ് മാർഗ് ഗവൺമെന്റ് സ്കൂളാണ്. എന്റെ ആ ടീച്ചർ പറഞ്ഞു, ഇത് വേറെ കാസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഒപ്പിട്ട് തരാൻ പറ്റൂല, നിങ്ങൾ എങ്ങനെ ജീവിക്കും, വേറെ കാസ്റ്റ് ആയിട്ട് എങ്ങനെ ജീവിക്കും എന്നെല്ലാം പറഞ്ഞു. വേറെ ആളെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചോ, ഞാൻ ചെയ്ത് കൊടുക്കൂല, വേറെ ആളെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചോ, ഞാൻ ചെയ്യിപ്പിച്ച് തരൂല എന്ന് പറഞ്ഞു. സത്യമെങ്കിൽ ആ ടീച്ചർ ചെയ്തത് മോശമായി പോയി, വളരെ മോശമായി പോയി. ഇവർ ഏത് കാസ്റ്റ് ആണെന്നുള്ളതും എങ്ങനെ ജീവിക്കും എന്നുള്ളതും ഒന്നും ഈ ടീച്ചർ നോക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ. മതവും ജാതിയും നോക്കി ഒന്നും ഒരു കാര്യവും നമ്മൾ വിലയിരുത്താൻ പാടില്ല, പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ. മതവും ജാതിയും ഒക്കെ സ്കൂളിന് പഠിക്കൽ വെച്ചിട്ട് വേണം സ്കൂളിനകത്തേക്ക് ടീച്ചർമാർ കയറേണ്ടത്. ഇവരുടെ ഡോക്യുമെന്റ്സ് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തെന്ന് വിചാരിച്ച ടീച്ചർക്ക് ഒന്നും സംഭവിക്കില്ലായിരുന്നു. പ്രായപൂർത്തിയായിട്ടുള്ള 2 വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, അത് അവരുടെ ഇഷ്ടമാണ്. അതിനെ ചോദ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യവും ടീച്ചർക്കില്ല. ഇനി ഇത് കേൾക്കുന്ന കുറെ ആൾക്കാർ ഇവർക്ക് ഇങ്ങനെ തന്നെ വേണം, മാതാപിതാക്കളെ വിഷമിപ്പിച്ച് ഇറങ്ങി പോകുന്നതല്ലേ, ടീച്ചർ ചെയ്തതാണ് ശരി എന്ന് പറഞ്ഞ ഒരുപാട് പേര് വരാൻ സാധ്യതയുണ്ട്. ഇവര് വീട്ടുകാരുടെ സമ്മതപ്രകാരമാണ് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. ഇവർ ഒളിച്ചോടിയതല്ല, വീട്ടുകാർ ഇവരുടെ കൂടെ തന്നെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ പ്രണയം വീട്ടിൽ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായി കാണും. പിന്നീട് ഇവർ ഒരിക്കലും പിരിയാൻ തയ്യാറല്ല എന്ന് മനസ്സിലാക്കിയപ്പോ ചിലപ്പോൾ വീട്ടുകാരെ സമ്മതിച്ചു കൊടുത്തതായിരിക്കാം. അപ്പൊ പിന്നെ മാതാപിതാക്കളെ വിഷമിപ്പിച്ച് ഇറങ്ങിപ്പോയതല്ലേ എന്ന് പറയുന്ന ആ ഡയലോഗിനോട് ആരും ഇത്ര ന്യായീകരിക്കാൻ വരണ്ട. പിന്നെ വേറെ കുറച്ചുപേര് പറയും, പയ്യൻ മുസ്ലിമും ആ പെണ്ണ് ക്രിസ്ത്യനും ആയതുകൊണ്ടല്ലേ നീ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതെന്ന് പറഞ്ഞ് ചിലപ്പോൾ കുറച്ചുപേര് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ഈ മതം ജാതി അതിലൊക്കെ കൂട്ടിക്കൊഴിച്ച് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന മതത്തോട് നിന്ന്, മുസ്ലിം മതത്തോട് നിന്ന്, അല്ലാതെ വേറെ മതത്തോട് നിന്നൊന്നും അല്ല ഞാൻ സംസാരിക്കുന്നത്. ഈ എമ്പുരാന്റെ വിഷയം ഉണ്ടായ സമയത്താണെങ്കിലും ഒരുപാട് പേര് വിചാരിക്കും ഞാൻ ഇങ്ങനെ മുസ്ലിംസിന്റെ ആ ഒരു ഇതിൽ നിന്നാണ് സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അതിന്റെ പിറ്റേ ദിവസം ഞാൻ ആ ആറ്റക്കോയ തങ്ങളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ തങ്ങൾ ഉടായിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ മതമോ ജാതിയോ ഒന്നും നോക്കി പറയുന്ന ഒരാളല്ല, ഒരു വ്യക്തിയല്ല. അങ്ങനെ ഓരോ കണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും അല്ല. ഞാൻ എല്ലാ മതവിഭാഗങ്ങളുടെയും കൂടെ നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്.
ശരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രായപൂർത്തിയായിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ എന്താ വിഷയമുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ കാസ്റ്റ് വ്യത്യാസമോ മതവും ജാതിയും ഒന്നും നോക്കാതെ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ ജീവിക്കട്ടെ. എന്തായാലും അവർക്കറിയാലോ ലൈഫ് ലോങ് ഇനി അവർ ഒരുമിച്ചാണ് ജീവിക്കേണ്ടത്. എന്തായാലും ബുദ്ധിയില്ലാത്ത പിള്ളേരൊന്നും അല്ലല്ലോ. എന്തായാലും ഇർഫാനും മെറീനയും കുറച്ച് കാര്യങ്ങൾ തുടർന്നും പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടോക്കാം. അവകാശമാണ് ശരിക്കും അവർക്കത് പറയാനുള്ള റൈറ്റ്സ് ഇല്ല. ഗസറ്റഡ് ഓഫീസറിന് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. അവര് ബാധ്യസ്ഥനാണ് അത് ശരിക്കും വെച്ചാല് റൂള് പ്രകാരം അവര് അറ്റസ്റ്റ് ചെയ്ത് നമുക്ക് തരണം. അവരത് തന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു നമുക്ക് ഭയങ്കര സങ്കടമായി. നമ്മള് ഒരു മതത്തിന്റെ പേരില് നമ്മളൊരു ജീവിതം തകർക്കുന്ന പോലെ നമുക്ക് അത്യാവശ്യമായിരുന്നു. നമ്മള് എന്നിട്ട് എന്താക്കി നമ്മള് രണ്ടാമത് ഓഫീസർ ഒന്നാമത് വേറെ ഗസറ്റഡ് ഓഫീസർ എടുത്തിട്ട് അവര് ഒപ്പിട്ടാണ്. അവര് നമ്മളെ പേരൊന്നും നോക്കിയിട്ടില്ല, ജാതി ഒന്നും നോക്കില്ല. ഇവർക്ക് ജാതി മതം എല്ലായിടത്തും പ്രശ്നം, എല്ലായിടത്തും പ്രശ്നമാണ് ജാതി മതം. പക്ഷെ ഇത് നമ്മളെ ഏറെ ഇറിറ്റേഷൻ ചെയ്തൊരു സംഭവമാണ് വെള്ളിക്കോത്ത് സ്കൂള്. അപ്പൊ വെള്ളിക്കോത്ത് സ്കൂളല്ല, വെള്ളിക്കോത്ത് സ്കൂളിലെ ഹെഡ് മാഷിന്റെ സ്വഭാവം, പെരുമാറ്റം ഭയങ്കര മോശപ്പെട്ട പെരുമാറ്റമാണ്. നമ്മളെന്തോ വലിയ തെറ്റിലേക്ക് പോയത് പോലെയാണ്. നമ്മൾ ചോദിച്ചു പിള്ളേരെ നിങ്ങൾ മതമാണോ പഠിപ്പിക്കുന്നത്? അപ്പൊ അവർക്കൊരു പുച്ഛം. മതം പഠിപ്പിക്കുന്നു എല്ലാം പഠിപ്പിക്കുന്നു. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ടീച്ചർ ഒപ്പിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ മതവും ഇവിടെ ഒരു ഫാക്ടർ തന്നെയാണ്. അന്യ രണ്ട് മതത്തിലുള്ള ആൾക്കാർ തമ്മിൽ കല്യാണം കഴിക്കുന്നത് പുള്ളിക്കാരിക്ക് വലിയ സുഖിച്ചിട്ടില്ല. ടീച്ചറെന്നല്ല, പൊതുവെ ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊന്നും അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ മതത്തിലുപരി വേറെയും കുറെ ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ടീച്ചർ ഇപ്പോൾ ഒരു ഹിന്ദുമത വിശ്വാസിയാണ്, ഇർഫാൻ ആണെങ്കിൽ മുസ്ലിം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ടീച്ചർക്ക് ഇവിടെ മതവികാരം ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇർഫാൻ മുസ്ലിമും മെറീന ക്രിസ്ത്യനുമാണ്, ടീച്ചർ ഹിന്ദുവാണ്. സോ ഇവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കണ്ട് ഇവര് വ്യത്യസ്ത മതത്തിലുള്ള ആൾക്കാരാണെന്ന് കണ്ടപ്പോൾ മതത്തെക്കാൾ ഉപരി ചിലപ്പോ ഒരു പാരന്റ് എന്ന നിലയിലും ഒരു ടീച്ചർ എന്ന നിലയിലും ഉണ്ടാവേണ്ട ഒരു സാധനം ഉണ്ടല്ലോ, ഒരുതരം പ്രത്യേകതരം ഈഗോ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ അനുവദിച്ചു തരാൻ പറ്റത്തില്ലെന്നുള്ള ആ ഒരു വികാരം ഉണ്ടല്ലോ, അതും കൂടെ കൊണ്ടായിരിക്കണം ടീച്ചർ അങ്ങനെ പ്രതികരിച്ചത്. എന്നാലും ബാക്കി കൂടെ കേട്ടോക്കാം. ഇന്റർകാസ്റ്റ് ചെയ്യുന്നവരോട് ഒരു കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നിങ്ങളെ മതത്തിലുള്ളവരെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ കുറെ പ്രശ്നങ്ങളുണ്ടാവും ജീവിതത്തിൽ. മുമ്പോട്ട് പോകുമ്പോൾ നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചിലപ്പം തട്ടോട്ട് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഞാൻ കുരിശ് വേണ്ടി വരും. ഏത് കാസ്റ്റ് ആയിക്കോട്ടെ, ഹിന്ദു ആയിട്ട് ക്രിസ്ത്യാനായിട്ട് മുസ്ലിം ആയിട്ട്. ഇവള് ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിമാണ്. ഞാൻ മുസ്ലിം ആണെന്ന് വെച്ചിട്ട് അവളെ മുസ്ലിം ആക്കിയിട്ടില്ല, അവള് ക്രിസ്ത്യാനിയാന്ന് വെച്ചിട്ട് ഞാൻ ക്രിസ്ത്യാനിയായിട്ടില്ല. ഓക്കെ, അങ്ങനെ തന്നെ വേണം. മതം എന്താണെന്നും ഇപ്പൊ രണ്ടുപേര് തമ്മിൽ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് മതം മാറേണ്ട കാര്യമൊന്നും, മതത്തിനേക്കാളും എത്രയോ വലുതാണ് ഈ സ്നേഹവും ആ ഒരു മനുഷ്യത്വം ഒക്കെ എന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും. നാട്ടുകാരെ ബോധിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി നിങ്ങൾ കട്ടോന്ന് വിട്ട് നടക്കണം. ഈ നാട്ടിലെ ഇടുങ്ങിയ ചിന്താഗതിക്കാരുടെ മുന്നില് നമ്മൾ തല ഉയർത്തി നടക്കണം, നല്ല രീതിയിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കണം. 4 നേരവും മതം ഉരുട്ടി വിഴുങ്ങുന്നവരോടൊക്കെ പോകാൻ പറ. ഇവര് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്, അതുകൂടെ കേൾക്കാം. അപ്പം നമ്മളിവിടെ വീഡിയോ നിർത്തുന്നു. എല്ലാവരും നമ്മളെ പുതിയൊരു ചാനലാണ്, നമ്മൾ യൂട്യൂബ് ചാനൽ പുതിയത് തുടങ്ങുന്നത്. അപ്പൊ എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മളെ പുതിയ കളിയും ചിരിയും സന്തോഷവും സങ്കടവും നിറഞ്ഞ ജീവിതം നിങ്ങളിലേക്ക് യൂട്യൂബിൽ നമ്മൾ കാണിച്ചു തരും. ഓക്കെ, അപ്പം ടാറ്റാ, ബൈ ബൈ. ഓഹോ, അങ്ങനെ പറ. അപ്പൊ ഫാമിലി വ്ലോഗ് ഒക്കെ തുടങ്ങാനുള്ള പരിപാടിയാണല്ലേ? എന്റെ പൊന്നു മക്കളെ, വേറൊരു കാര്യം പറയുകയാണ്, ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും നിൽക്കാതിരിക്കുന്നതായിരിക്കും എന്റെ ഒരു അഭിപ്രായം പറയുക കേട്ടോ. നിങ്ങളുടെ കളിയും ചിരിയും സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞ ജീവിതം നിങ്ങൾ എന്തിനാ ആൾക്കാരെ കാണിക്കുന്നത്? അപ്പൊ എന്തായാലും എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ ഇത് കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.